നമസ്കാരം. ഉള്ളുപൊട്ടിയവരാണ് നമ്മൾ. ഒരു നാടിന്റെ ചിരി മായ്ച്ച് പുഞ്ചിരിമട്ടം കീറി ഒലിച്ചതും മുണ്ടക്കയും ചൂരൽമലയും ആ മരണച്ചാലിൽ വെണ്ണീറായത് ഭീതിയോടെ ചങ്ക് തകർന്നാണ് നമ്മൾ കണ്ടത്. ഇനിയൊരിക്കലും ഇങ്ങനെയൊന്ന് കാണരുതേ എന്ന് ആഗ്രഹിച്ചു നമ്മൾ. വേർപെട്ട ശരീരഭാഗങ്ങൾ, തകർന്നുടഞ്ഞ ജീവിത സ്വപ്നങ്ങൾ, ചെളിയിൽ പുതഞ്ഞ നീക്കിയിരിപ്പുകൾ, നിലവിളികളുടെ തോരാ കണ്ണീരിന്റെ നാടായി മാറി വയനാട്. തുടച്ചെടുത്ത പോലെ ഇല്ലാതാവുകയായിരുന്നു അന്ന് മുണ്ടക്കയും ചൂരൽമലയും. കൂറ്റൻ പാറകളും മരൽച്ചിലകളും ചെളിയും ശ്വാസം മുട്ടിച്ചും കീറി മുറിച്ചും കൊന്നത് 231 പേരെയാണ്. കാണാതായത് 78 പേരും. അപ്രത്യക്ഷമായ വീടുകൾ 183. ചേർത്തുപിടിച്ച് നിർത്തുകയാണ് നമ്മൾ വയനാടിനെ. അതിജീവിച്ചിട്ടില്ല ഇനിയും ആ ദുരന്തത്തെ. പക്ഷേ ഉൾക്കൊണ്ടേ മതിയാകൂ. ഇനിയുള്ള 2 മണിക്കൂർ വയനാടിനായി നമ്മൾ മാറ്റിവെക്കുന്നു. സ്വാഗതം. അതിതീവ്ര മഴപ്പെയ്ത്തിൽ ഒരു നാടൊന്നാകെ ഒലിച്ചുപോയിട്ട് 30 ദിവസമായി. മഹാദുരന്തത്തിന്റെ ശേഷിപ്പുകൾ മാത്രമാണ് ഇന്ന് ചൂരൽമലയും മുണ്ടക്കയും. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ നാടിനുയരായ അറിവിൻ മധുരം. അതിതീവ്ര മഴ തോരാതെ പെയ്ത രാത്രി. മല പോലും പിളർന്ന മഴപ്പെയ്ത്തിൽ അടർന്നു വന്നതിന്റെ ശേഷിപ്പാണ് ഇന്നത്തെ ചൂരൽമലയും മുണ്ടക്കയും. പൊട്ടിവന്ന ഉരുളിൽ മൺമറഞ്ഞവർ, ചാലിയാറിന്റെ കൈവഴികളിൽ എവിടെയൊക്കെയോ ഒഴുകിപ്പോയവർ, സ്വത്വമറിയാതെ വെറും അക്കങ്ങളായി മാത്രം മറവ് ചെയ്യപ്പെട്ടവർ. ബാക്കിയായ ചിലരുണ്ട്. സ്വരുക്കൂട്ടിയതൊക്കെയും കാൽച്ചുവട്ടിലെ മണ്ണിനൊപ്പം ഒലിച്ചുപോയി ഒറ്റ രാത്രി കൊണ്ട് അനാഥരായവർ. അവർ അതിജീവനവുമായി സമരസപ്പെട്ടു തുടങ്ങുകയാണ്. ആ രാത്രിയിലെ നിലവിളിയൊച്ചകൾ ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ നിന്ന് മായ്ക്കാൻ എളുപ്പമല്ല. ആ നിയോഗം കാലത്തിന് വിട്ടുകൊടുത്ത് അവർ സാധാരണ ജീവിതത്തിലേക്ക് പിച്ചവെച്ചു തുടങ്ങുകയാണ്. നഷ്ടങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം എഴുതിച്ചേർത്ത കണക്കുകൾ കൂട്ടിയിട്ടും തീരുന്നില്ല. എന്റെ പെങ്ങള്, എന്റെ അമ്മ, എന്റെ പെങ്ങളെ ഭർത്താവ്, പെങ്ങളെ മൂത്ത ചെക്കണ്, പെങ്ങളെ പെൺകുട്ടി, പിന്നെ പെങ്ങളെ മൂന്നാമത്തോണ്, പിന്നെ മകള്, മരുമകന്, എന്റെ പേരക്കുട്ടി, ചെക്കണ് ഒക്കെ പോയി. പുറത്തെടുക്കാൻ കഴിയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മണ്ണിനടിയിൽപ്പെട്ടിട്ടേ ഓർക്കാൻ കഴിയില്ല. അവിടെ എത്തിയപ്പം മുട്ടോളം ചെളി, കല്ല്, മണ്ണ് എല്ലാം വീണ് ലൈനൊക്കെ പൊട്ടി വീണ് നിലത്ത് കിടക്കുക. അപ്പൊ ഞങ്ങളവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും ലോഡിങ്ങുകാരും അവിടെയുള്ള സമീപത്തുള്ള ആൾക്കാരൊക്കെ കൂടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ടൗണിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടൗണിന്റെ ഇടതുവശത്തോട്ടുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിലായി. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിനടി കിടക്കുക.
ഞങ്ങൾ എന്നിട്ട് ഒരു 10-39 പേര് കുടുംബങ്ങളെ ഞങ്ങൾ മേലെ കയറ്റി രക്ഷപ്പെടുത്തി മേലെ കയറ്റി വിളിച്ചു. ഞങ്ങൾ ഇറങ്ങി ഓടി മേലെ കയറി, ടെറസിന്റെ മേലെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കിടക്കുക ചെയ്തു. കയറി മലയ്ക്ക് കയറി അങ്ങോട്ട് പകുതി ഞങ്ങൾ എത്തുമ്പോഴേക്കും താഴേക്ക് വന്നു. പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു പുക മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഞങ്ങൾക്കൊന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ നേരം വെളുക്കുന്ന 5-6 മണി വരെ ആ മഴയും കൊണ്ട് ആ കാട്ടിൽ തന്നെയായിരുന്നു. കുറ്റവരുടെ ഇവരൊക്കെ പോയൊരു സങ്കടം മാത്രം, ഞങ്ങൾ നാടും പോയി. ജീവിച്ച ജീവിതത്തിന്റെ ബാക്കി തിരയുന്ന മനുഷ്യരെ കാണാം ഇപ്പോഴും. ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം ഒന്നിച്ചാഘോഷിച്ച മണ്ണിൽ ഭാവി ജീവിതമെന്ന കനപ്പെട്ട ശൂന്യത നിഴലിക്കുന്നു. ഇനിയെന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴും ഈ നാട്ടുകാർക്ക് പ്രതീക്ഷ ഈ നാടിന്റെ ഉറപ്പാണ്. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പകച്ചു നിൽക്കാതെ അസാധാരണ രക്ഷാദൌത്യത്തിന് സാക്ഷിയായ ദിവസങ്ങൾ. സൈന്യവും പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും പിന്നെ ആയിരക്കണക്കിന് പേരറിയാത്ത മനുഷ്യരും ചേർന്ന് പിടിച്ചു കയറ്റിയ ജീവിതങ്ങൾ. ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക്, പിന്നെ സുമനസ്സുകൾ കെട്ടിപ്പൊക്കുന്ന സ്വന്തം വീടുകളിലേക്ക്. ജീവിതത്തിലെ അപ്രതീക്ഷിത അധ്യായങ്ങൾ. ഉരുളിന്റെ ഈർപ്പവും ചോരയുടെ മണവും മാറാത്ത മണ്ണിൽ ചവിട്ടി നിന്ന് മുണ്ടക്കയും ചൂരൽമലയും പറയുന്നുണ്ട്, ഈ നാട് തിരിച്ചുവരും. ആ ദുരന്തത്തിന്റെ കാഴ്ചകൾ, അത് ഓർമ്മകൾ ഇപ്പോഴും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രതിനിധികൾ ഇന്ന് ഈ